ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം കൃപയോർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വന്നുകൂടിയ എല്ലാം, പ്രത്യേകിച്ച് പ്രിയ സുരേഷ് പാർക്കും കുടുംബത്തിനും എൻ്റെ ക്രിസ്തയേശു നാമത്തിലുള്ള സ്നേഹം അങ്ങനത്തെ അറിയിക്കുന്നു. നമുക്കൊരു തിരുവചനം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും നിങ്ങളിൽ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇവിടെ ഈ റോമർക്കെഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് റോമ സഭയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയ ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഈ 15-ാം അധ്യായത്തിന്റെ തുടക്കം അത് എന്നാൽ ആ എന്നുള്ള വാക്കിന് മുമ്പ് അല്ലെ ചില കാര്യങ്ങളുണ്ട്. ഈ എന്നാൽ, അതുകൊണ്ട്, ആകയാൽ, അങ്ങനെ വേദഭാഗങ്ങളിൽ തുടങ്ങുന്ന ചില വാക്യങ്ങൾ ഉണ്ട്. നമ്മുടെ ബൈബിളിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്. ആകയാൽ, എന്നാൽ, അതുകൊണ്ട്, അങ്ങനെ തുടക്കം അങ്ങനെ വരുന്ന വാക്കുകളുണ്ട്. അപ്പൊ ഈ വരുന്ന വാക്കുകൾ എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ പിറകിൽ ഒരു കാര്യമാണ്. അപ്പൊ ഇതിന്റെ പിറകിലത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ 14-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവവും രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തയേശുവിനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യന് കൊള്ളാവുന്നവനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം 15-ാം അധ്യായത്തിൽ തുടക്കത്തിൽ പറയുക, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തരും കൂട്ടുകാരുടെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. അത് കഴിഞ്ഞ് 15-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം പറയാം. അവിടെ എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തയേശുവിന് അനുരൂപമായി നമ്മിൽ ഏക ചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുന്നു. ആമേൻ. ഈ വാക്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം താഴേക്ക് വരുമ്പോൾ ഈ 13-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുക, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ ഒരു ചെറിയ വാക്യത്തിൽ ഒരു 5 പ്രധാനപ്പെട്ട മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ ചെറിയ പോർഷൻ ഇത്ര വാക്യമേ ഉള്ളൂ. ഈ ചെറിയ ഒരു വാക്യത്തിൽ ഒരു 5 കൂട്ടം കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് പറയാമോ? 5 കാര്യങ്ങൾ. പ്രത്യാശ, പരിശുദ്ധാത്മാവ്, വിശ്വാസം, സമാധാനം, സന്തോഷം, സമാധാനം. 5 കാര്യങ്ങൾ. ആ ഒരു ചെറിയ വാക്യമാണ്, പക്ഷെ ആ വാക്യത്തിനകത്ത് 5 കൂട്ടം 5 പോയിന്റ് അതിൽ അടങ്ങിയിട്ടുണ്ട്. 1 പ്രത്യാശ, 2 പരിശുദ്ധാത്മാവ്, 3 വിശ്വാസം, 4 സന്തോഷം, 5 സമാധാനം. ഈ 5 കാര്യങ്ങളെ പറ്റി അതിവേഗത്തിൽ പ്രത്യാശയെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. ആദ്യത്തെ പോയിന്റ് പ്രത്യാശ. എന്താണ് പ്രത്യാശ? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത്, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഇറങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഓരോരുത്തർ കാണാത്തതിനാൽ ഇന്ന് പ്രത്യാശിക്കുന്നത് എന്തിനും നാം കാണുന്നതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ
അത് കേട്ടു. അപ്പൊ നമ്മൾ കാണുന്നതിനായിട്ട് ഇന്ന് പ്രത്യാശിക്കുന്നത് എന്തിനെന്ന ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം നാം കാണുന്നതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി എന്ത് ചെയ്യണം? ക്ഷമയോടെ കാത്തിരിക്കണം. സങ്കീർത്തനം 147 അധ്യായം അതിന്റെ 11 വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ആരൊക്കെയാ? തന്നെ യേശുക്രിസ്തുവിനെ ഭയപ്പെടുകയും യേശുക്രിസ്തുവിന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അപ്പൊ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല. ദൈവത്തെ നമ്മൾ ആരാധനയിൽ കൂടി പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താ? ദൈവത്തിന്റെ പ്രസാദം നമ്മൾ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വിട്ടുകൊടുത്ത് ദൈവത്തിന് ആരാധിക്കണം. മുമ്പേ എന്താണെന്നുള്ള പാട്ട് പാടിയപ്പോൾ കീബോർഡ് ശബ്ദമൊന്നും ഇല്ലാതെ പറഞ്ഞു ഞങ്ങൾക്ക് പാടാതിരിക്കാമോ അങ്ങനെയുള്ളൊരു സാഹചര്യം പറഞ്ഞു. പക്ഷെ ആ പാട്ടൊക്കെ പാടി നമ്മൾ ആരാധിക്കുമ്പോഴല്ലോ ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുന്ന, നമ്മളെ തൊട്ട് തലോടി നമ്മളെ ആ ദൈവത്തിന്റെ പ്രസാദം ശരിക്കും നമ്മളെ അനുഭവിപ്പിക്കുന്ന ഓരോ പാട്ടിന്റെ വരികളാണ്. ആ പാട്ട് എന്താണെന്ന് എനിക്ക് എന്താണെന്നുള്ള പാട്ട് അത് നമ്മൾ ആത്മാവിൽ പാടുമ്പോൾ ഭയങ്കര ഒരു ആത്മീക ഒഴുക്ക്, പരിശുദ്ധാത്മാവിന്റെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകും. അത് നമ്മൾ ആ പാടത്തെ രീതിയിൽ പാടുമ്പോഴാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ യേശുവിൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ എന്ത് ചെയ്യുന്നു? യഹോവ പ്രസാദിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 23 അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത്, നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും. നിന്റെ പ്രത്യാശയ്ക്ക്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നിന്റെ ഹൃദയം പാപികളോട് എന്ത് ചെയ്യും? അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും എങ്ങനെ ആയിരിക്കണം? യഹോവ ഭക്തിയോട് ഇരിക്കണം. ഒരു പ്രതിഫലം അതിനുണ്ട് അല്ലേ? ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഒരു പ്രതിഫലം അല്ലേ? നമ്മൾ പ്രത്യാശയോട് ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രതിഫലം ഉണ്ടാകും. നിന്റെ പ്രത്യാശയ്ക്ക് എന്താ? 2 കൊരിന്ത്യർ 5:1 വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നത്, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യാശ. എന്താണെന്ന് അറിയാമോ? നമുക്ക് സ്വന്തമായ ഒരു ഭവനം. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഭവനം, ഭൂമിയിലെ നമ്മൾ കെട്ടുറപ്പുണ്ടാക്കിയിരിക്കുന്ന ഈ ഭൂമിയിലെ എല്ലാ സാധ്യതകളും സമ്പത്തുകളും എല്ലാം വിട്ടേച്ച് ഒരു ദിവസം നമ്മൾ ഈ ഭൂമി വിട്ടു പോകത്തില്ല. പോകും. അതെപ്പോഴാണ്, ഏത് സമയത്താണ്, എങ്ങനെയാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം അത് സംഭവിക്കും. എത്ര പ്രഗത്ഭനായാലും എത്ര പ്രഗത്ഭനായ മനുഷ്യനായിരുന്നു പറഞ്ഞാലും മരണം ഒരു നാൾ ശ്രമിച്ചതാണ്. പക്ഷെ നമുക്ക് എന്താണ്? നമുക്ക് നല്ലൊരു നിത്യത. അതുകൊണ്ടല്ല കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം നിങ്ങളുടെ സ്വർഗത്തിൽ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും അല്ലേ? ഇതല്ലേ നമ്മുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് അല്ലെ? ദൈവിക രാജ്യം. ആ ദൈവിക രാജ്യത്തിൽ നമ്മൾ എങ്ങനെ കിടക്കും? അതാണ് നമ്മുടെ പ്രത്യാശ. അതിനുവേണ്ടിയല്ലേ നമ്മൾ വിശ്വാസത്തിൽ വന്നതും നമ്മൾ നിത്യജീവൻ പ്രാപിച്ചതും നമ്മൾ രക്ഷ പ്രാപിച്ചതും വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിർത്തുകയും വ്യതിയിരിക്കാതെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ നിത്യഭവനത്തിൽ ഒന്ന് ചെന്ന് ചേരണം അല്ലേ? അപ്പൊ പ്രത്യാശയോടെ നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്. ഏത് പാട്ടാണെന്ന് അറിയാമോ? യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ, എന്നേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ, എന്നാശയൊന്നു മാത്രമേ നിന്നെ കാണുവാൻ എന്നാശയൊന്നു മാത്രമേ
കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യരല്ല സ്വന്തം തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ ഹല്ലേലൂയ അന്യരല്ല സ്വന്തം തന്റെ മുഖം കണ്ടിടും യേശുവേ മണവാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണവാളനേ പ്രത്യാശയിൻ പ്രദീപമേ. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം വഴിക്ക് പോയ കൈപ്പണിയല്ലാത്ത വ്യക്തിഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ പ്രത്യാശയോടുകൂടി ഏറിയ പ്രത്യാശയോടുകൂടി ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തെ പോയിന്റ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ മൂന്നാമത്തെ ആളത്വമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവ്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിലും വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ആ ദൈവത്തിലും യേശുക്രിസ്തുവിലും വിശ്വസിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ദൈവത്തിന്റെ നമ്മളെ പ്രവർത്തിച്ചു തുടങ്ങുക തന്നെ ചെയ്യും. ഇവിടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യം അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായം അതിന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഞാൻ വീണെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങൾ കാണിക്കുകയും രക്തവും തീയും പുകയാവുകയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരുമുമ്പേ സൂര്യൻ ഇരുളായി ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചെഴുതി പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു വാക്യമാണ് അന്ത്യകാലം. അല്ലെ, ഇപ്പോഴത്തെ കാലം പറയുന്നത് ഈ സമയം എന്ന് പറയുന്നത് എന്താ? അന്ത്യകാലം. ഈ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ, അല്ലെ, സകല ആരുടെയും സകല ജഡത്തിന്മേലും തന്നെ ആത്മാവിനെ. ഈ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അത് കേൾക്കും. നിങ്ങൾ മാനസാന്തരപ്പെട്ട് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു മാനസാന്തരം നമ്മളുടെ ഉള്ളിൽ വേണം. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. രണ്ടാമത്തെ കാര്യം എന്താ? പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടുവാനുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്ന ഒരു വേദഭാഗം, നിങ്ങൾ ദൈവത്തിന് മുൻപാകെ വിശ്വാസ ജീവിതമാണ്, വിശ്വാസ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ വിശ്വാസ സ്നാനം ഏൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞാൽ യേശുവിനോട് ചേരുക. യേശുവിനോട് ചേരുക എന്നുള്ള ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. യേശുവിനോട് ചേർന്നാൽ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ വിശ്വാസ സ്നാനം ഏറ്റു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുജീവൻ, പുതുക്കം, ഒരു മനസ്സ് ഉണ്ടാകും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ചെയ്യുക. എന്നാൽ എന്താ സംഭവിക്കുന്നത്? എന്നാൽ
ഇനി പരിശുദ്ധാത്മാവ് എന്ന ദാനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു 6 കൂട്ടം കാര്യങ്ങൾ, 6 പോയിന്റ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന 6 പോയിന്റ്, 6 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. അപ്പൊ പരിശുദ്ധാത്മാവ് എന്താ? ഒരു ദാനമാണ്. ആ ദാനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന 6 കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. അതിന്റെ റെഫറൻസ് കിടക്കുന്നത് ഞാൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആ റെഫറൻസ് പറഞ്ഞു വിടുന്നേ ഉള്ളൂ, നിങ്ങളുടെ ഓർമ്മയിലിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. അതിന്റെ റെഫറൻസ് കിടക്കുന്നത് യോഹന്നാൻ 14-ാം അധ്യായം 26-ാം വാക്യം. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് സാക്ഷ്യം വഹിക്കുന്നു. യോഹന്നാൻ 15:26. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ചിന്തകൾ അറിയുന്നു. 1 കൊരിന്ത്യർ 2:11. 4, വരങ്ങൾ വിതരണം ചെയ്യുന്നു. 1 കൊരിന്ത്യർ 12:11 വാക്യം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16:6-7 വാക്യങ്ങൾ. പരിശുദ്ധാത്മാവ് സങ്കടപ്പെടുന്നു. എഫേസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 6 കൂട്ടം കാര്യങ്ങൾ. ഈ 6 കൂട്ടം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവ് എന്ന ദാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന 6 കൂട്ടം കാര്യങ്ങൾ. 1, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. 2, പരിശുദ്ധാത്മാവ് സാക്ഷ്യം വഹിക്കുന്നു. ദൈവത്തിന്റെ ചിന്തകൾ അറിയുന്നു. വരങ്ങൾ വിതരണം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് സങ്കടപ്പെടുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. ലേഖനം 4:30. വേഗത്തിൽ അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. അടുത്ത പോയിന്റ്, 3-ാമത്തെ പോയിന്റ്, വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് എന്താ? സത്യത്തിൽ വിശ്വാസം ഈ പരിശുദ്ധാത്മാവിനെ പോലെ തന്നെ ഒരു ദാനമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദാനമാണ്. വിശ്വാസം എന്നതോ 11-ന്റെ എബ്രായർ 11-ന്റെ 1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും നമ്മൾ പറയുന്നു. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദാനമാണ്. ഈ ദാനത്തെ കുറിച്ച് ഒരു വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 8-9 വാക്യം. കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ അളവറ്റ ദാനമത്രേ. അപ്പം ഈ വിശ്വാസം എന്ന് പറയുന്നത് ദാനമാണെന്ന് ഞാൻ പറഞ്ഞ കാര്യമല്ല, ഇവിടെ ദൈവവചനം പറഞ്ഞ കാര്യമാണ്. കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ അളവറ്റ ദാനമത്രേ. ആ കൃപയാണല്ലോ. അപ്പൊ അവിടെ എന്ത് വന്നു? കൃപ വന്നു. അടുത്തത് വിശ്വാസം വന്നു. ആ വചനത്തിൽ 3 കാര്യങ്ങൾ. അടുത്ത കാര്യം രക്ഷ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ അളവറ്റ ദാനമത്രേ. അടുത്തത് വാക്യം റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഇതാര് പറയുന്ന കാര്യമാണ്? അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ്. ഇപ്പൊ ഞാൻ പറയാം, എനിക്കുള്ള വിശ്വാസത്തിന്റെ അളവ് അത് എതിയാനിക്ക് അളക്കാൻ പറ്റും? ഇല്ല. അതുപോലെ എതിയാനിയുടെ വിശ്വാസത്തിന്റെ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അളവ് എനിക്ക് അളക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവ് അതെങ്ങനെയാണെന്ന് ഒരിക്കലും ആർക്കും അങ്ങോട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുവണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ, അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയും. അത് സുബോധമാകുന്ന ഭാവിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം അല്ലേ അത് ഓരോരുത്തർക്കും പങ്കിട്ട് വയ്ക്കുന്ന അളവിന്റെ ആ അളവ് എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റത്തില്ല. വളഞ്ഞാണെന്റെ വിശ്വാസം എനിക്ക് അടക്കാൻ പറ്റുമോ? എനിക്ക് അടക്കാൻ പറ്റത്തില്ല. ദൈവമായിട്ടുള്ള ബന്ധം
പറഞ്ഞിടുന്ന ദൈവമായിട്ടുള്ള സദൃഢമായ ബന്ധം എന്തേരം ഉണ്ടെന്ന് എനിക്കൊരിക്കലും അളന്ന് നോക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ താങ്കളുടെ ഇവരുടെ ഒന്നും വിശ്വാസ ജീവിതത്തെ ഞാൻ അളക്കാൻ ശ്രമിച്ചാൽ നടക്കും. ഒരിക്കലും ക്രിസ്മസും ദൈവമായിട്ടുള്ള ബന്ധത്തെ എനിക്ക് അളക്കാൻ പറ്റും, ഒരിക്കലും പറ്റും. പക്ഷെ ഇവിടെ ഓരോരുത്തർക്കും അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാണ് നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 43 മുതൽ 48 വരെ വേഗമൊന്ന് വായിച്ച് ഷാനി. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 43 മുതൽ 5 വാക്യമേ ഉള്ളൂ, 48 വരെ വേഗമൊന്ന് വായിച്ചു. എല്ലാ വൈദ്യന്മാർ കൊടുത്തിട്ടും ആരാനും സൗഖ്യം വരുത്താൻ കഴിയാത്തവളുമായ സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. എന്നെ തൊട്ടതാരെന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, പുരുഷാരം നിന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചുകൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായിട്ടും സകല ജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. ഈ ഭാഗം നമുക്ക് വളരെ സുപരിചിതമായ ഭാഗമാണ്. 12 സംവത്സരമായി രക്തസ്രാവം നിലയ്ക്കാതെ വന്ന ഒരു സ്ത്രീ. അവൾ പല വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടും അവർക്ക് സൗഖ്യം ലഭിക്കാതെ വന്നപ്പോൾ യേശു വരുന്നു എന്ന് അറിഞ്ഞിട്ട് അവൾ ആ യേശു ക്രിസ്തുവിന്റെ ആരും അറിയാതെ പോയി യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. ആ തൊങ്ങലിൽ തൊട്ട നിമിഷം തന്നെ യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ നിന്ന്, ആ വസ്ത്രത്തിൽ നിന്നും ഒരു ശക്തി പുറപ്പെട്ടിട്ട് അവളുടെ രോഗസൗഖ്യം ആ രോഗസൗഖ്യം വന്നപ്പോൾ തിരിച്ചറിഞ്ഞു. യേശു എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിച്ചപ്പോ അവള് മിണ്ടാതെ പതുങ്ങി നിന്നിട്ട് അവസാനം പേടിച്ചും വിറച്ചുകൊണ്ട് യേശുവിന്റെ മുമ്പിൽ ചെന്ന് പറയുകയാണ്, കർത്താവേ, ഞാനാ എന്നെ തൊട്ടത്. അപ്പം യേശുവിനെ നമ്മൾ തൊട്ടാൽ യേശു അല്ലേ എന്ന് പറഞ്ഞതുപോലെ യേശു തിരിച്ച് നമ്മളെ തൊട്ടാൽ നമ്മൾ അറിയും. നമ്മളെ യേശു തൊടുന്നത് നമ്മൾ അറിയും. രണ്ട് പ്രക്രിയയും, യേശുവിനെ നമ്മൾ തൊടുക, യേശു തിരിച്ചു തൊടുക, ഇത് രണ്ടും തിരിച്ചറിയുക അല്ലേ. യേശുവിനെ തൊടുന്നവൻ യേശുവിനെ തൊട്ടാൽ എന്തോ സൗഖ്യം. അതെന്ത് വേണം? പക്ഷെ ഒരു വിശ്വാസം വേണം അല്ലേ. ആ വിശ്വാസം ആ സ്ത്രീയെ രക്ഷിച്ചു. അതുകൊണ്ട് എന്താ വന്നത്? സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അടുത്ത പോയിന്റിലേക്ക് ഞാൻ വേഗം വരികയാണ്. അടുത്ത പോയിന്റ് സന്തോഷം. 4-ാമത്തെ പോയിന്റ് സന്തോഷം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത്, ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം കാരാഗൃഹ ലേഖനം എന്നറിയപ്പെടുന്നു. ഈ ലേഖനവും അപ്പോസ്തലനായ പൗലോസാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. നിങ്ങളുടെ സൗമ്യത സകലരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഈ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുക, നിങ്ങളൊന്ന് സന്തോഷിക്കും. സത്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കാരാഗൃഹത്തിൽ കിടക്കുന്ന ഒരാൾക്ക് സന്തോഷിക്കാൻ പറ്റും? എങ്ങനെ സന്തോഷിക്കും? കാരാഗൃഹത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് വിലങ്ങ് വിട്ട് കൈകാലുകളെ ബന്ധിച്ച് കിടക്കുന്നവർക്ക് ഒന്ന് സങ്കല്പിച്ച് നോക്കിയായിരുന്നു. നമ്മളൊന്ന് സങ്കല്പിച്ച് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? പക്ഷെ അവിടെ കിടന്നുകൊണ്ട് ആ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുക, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. അതായത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ സന്തോഷിക്കണം, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ സന്തോഷിക്കണം, ദുഃഖത്തിന്റെ നടുവിൽ നമ്മൾ സന്തോഷിക്കണം, സങ്കടങ്ങളുടെ നടുവിൽ നമ്മൾ സന്തോഷിക്കണം, പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ സന്തോഷിക്കണം. പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, പ്രതികൂലങ്ങൾ വരും, സങ്കടങ്ങൾ വരും, ദുഃഖങ്ങൾ വരും. കാര്യം എന്നാണെന്ന് അറിയാമോ? ഒരു മനുഷ്യ മനസ്സിന്റെ ആയുസ് എന്ന് പറയുന്നത് 4 കാലങ്ങളാണ്: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഈ
ഈ 4 കാലയളവിൽ കൂടി ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് എന്തെല്ലാം പ്രതിസന്ധികളാകും അല്ലേ? ബാല്യകാലത്ത് നമുക്ക് തിരിച്ചറിവില്ലാത്ത കാലത്ത് പ്രതിസന്ധികളുണ്ടാകും. രോഗമാകും, ദുഃഖം അല്ലെ, പല കാര്യങ്ങളും. കൗമാരം വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ കൂടി വരും. യൗവനമാകുമ്പോൾ പിന്നെ പറയണ്ട, പ്രശ്നങ്ങളുടെ ഒരു ഭൂഭാരം തന്നെ നമ്മളെ കേൾക്കും അല്ലെ? വാർദ്ധക്യത്തിന്റെ അതിലും പ്രശ്നമാണ്. മക്കൾക്കും വേണ്ടാത്ത ഒരു സമയം വരും, മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു സമയമാണ്. ഇനി ഈ 4 കാലങ്ങളിലും നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും വരും. പക്ഷെ ഈ സാഹചര്യങ്ങളുടെ നടുവിൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. അടുത്ത സബ്ജക്റ്റ്, അടുത്ത പോയിന്റിലേക്ക് ഞാൻ വേഗം വരികയാണ്. സമാധാനം. ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് സമാധാനം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഈ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി. സമാധാനമുണ്ട്, അസമാധാനമുണ്ട്. ഈ അസമാധാനം ഉണ്ടാക്കുന്നവർ ആരാണ്? പിശാചിന്റെ മക്കൾ. അവരെ എന്താ വിളിക്കുന്നത്? ശപിക്കപ്പെട്ടവർ അല്ലേ? അസമാധാനം ഉണ്ടാക്കുന്നവരുമുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവരുമുണ്ട്. ഇവിടെ മത്തായി സുവിശേഷത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ആര്? അവർ ഭാഗ്യവാൻ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കുന്നു. അസമാധാനം ഉണ്ടാക്കുന്നവരുമുണ്ട്, അവരാരാണ്? ശപിക്കപ്പെട്ടവർ എന്ന് വിളിക്കപ്പെടും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. ലോകം തരുന്ന സമാധാനത്തിന്റെ പുറകെ പോയി ഇല്ലേ ഒരുപാട് കാലം ജീവിച്ച ഒരു വ്യക്തിയാണ് ലോകം തരുന്ന സമാധാനത്തിന്റെ പുറകെ. മദ്യം, മയക്കുമരുന്ന്, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ഒരു ചെറുപ്രായത്തിൽ, ഒരു 25 വയസ്സിന് മുമ്പിൽ ഈ ലോകത്തിൽ കിട്ടാവുന്ന ബ്രൗൺ ഷുഗർ അതുപോലുള്ള ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ അതിൽ കൂടി ഒരു സമാധാനം നമ്മൾ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ആദ്യം അതൊക്കെ മദ്യം, മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഓരോ ദിവസങ്ങളിലും ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി പോലീസുകാർക്കും തലവേദന ഉണ്ടാക്കി, നാട്ടുകാർക്കും തലവേദന ഉണ്ടാക്കി, ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ, ജീവിതത്തിൽ ഒരു തുമ്പ് പോലും മുന്നോട്ട് ജീവിക്കാൻ ആരും എല്ലാവരും വെറുക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. കാര്യം ആ സമയത്ത് എന്താ ലോകം തരുന്ന സമാധാനം തേടി പോയത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് വേറെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അല്ലെ ഈഹലോക മോഹങ്ങളിൽ മുഴുകി ലോകം തരുന്ന സമാധാനത്തിന്റെ പുറകെ അന്വേഷിച്ച് നടന്നവരാണ്. ലോകം തരുന്ന ഏത് സമാധാനത്തിന്റെ പുറകെ എവിടെ ചെന്നാൽ എങ്ങനെ സമാധാനം ലഭിക്കും, എവിടെ ചെന്നാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള ചിന്തയാൽ ഭാരപ്പെട്ട് ഓരോ ദിവസവും സമാധാനമില്ലാതെ അസമാധാനത്തിൽ നടന്ന നാടുകളിൽ എന്താ, ഒരല്പം മദ്യപിച്ചാൽ സമാധാനം, ഒരല്പം മയക്കുമരുന്ന് കഴിച്ചാൽ സമാധാനം, ഒരല്പം സ്നേഹം ലഭിക്കണമെങ്കിൽ ഒരു പെണ്ണിന്റെ കൂട്ട് വേണമെന്ന് ചിന്തിച്ച നാളുകൾ അല്ലേ, അതും സമാധാനത്തിന് വേണ്ടിയാണ്. ഈ സമാധാനം ഒന്നും നിലനിൽക്കുന്നതല്ല. മദ്യവും മയക്കുമരുന്നും പെണ്ണെന്ന് പറയുന്ന സാധനം ഒന്നും നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനത്തെ തരുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? സമാധാനം അത് ഞാൻ നിങ്ങൾക്ക് തരും. അത് യേശു തരുന്ന സമാധാനം. അത് എന്താ? എന്നും നിലനിൽക്കുന്ന സമാധാനമാണ്. നിങ്ങളുടെ ഹൃദയവിദ്യയിൽ കലങ്ങുകയും പോകരുത്, ഭ്രമിക്കുകയും വേണ്ട. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമുക്ക് വിചാരങ്ങളുണ്ടോ? നമുക്ക് വിചാരങ്ങളെ അല്ലേ? ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിൽ ദൈവമേ ഈ ഒരു ദിവസം ഞാൻ എങ്ങനെ കഴിഞ്ഞു പോകും. ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ ദൈവമേ ഈ ജോലി 5 മണിയാകുമ്പോൾ തീർക്കണം അല്ലേ? 5 മണി, ഒരു 8:30 കയറി 5 മണിയാകുമ്പോൾ തീർക്കണം. ആ സമയങ്ങളിലൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും, ദൈവമേ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെ കഴിഞ്ഞു പോകും, അല്ലെങ്കിൽ എങ്ങനെ ജോലി ചെയ്ത് തീർക്കും. കാരണം നമുക്ക് ഓരോ വിചാരങ്ങളാണ്.
ഇന്നത്തെ ഒരു ദിവസം എന്ത് പ്രതികൂല സാഹചര്യമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ വരുന്നത് അല്ലേ? അങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ചുമ്മാ ആദ്യം കൂട്ടി നമ്മൾ ഓരോ കാര്യത്തിൽ ചിന്തിച്ച് ആദ്യം കൂട്ടി അത് വ്യാധിയായി മാറി ഇല്ലാത്ത രോഗവും കരുതി വെച്ചല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക. എന്നാൽ എന്താ സംഭവിക്കുന്നത്? എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും അല്ലെ? അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അല്ലെ? ഇവിടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം പറയുന്ന വാക്കെന്താണ്? നിങ്ങൾക്ക് സമാധാനം അല്ലേ? അപ്പൊ കർത്താവിനറിയാം ശിഷ്യന്മാരുടെ സമാധാനം. ഇവിടെ നമ്മളെല്ലാം ആരാ? കർത്താവിന്റെ ശിഷ്യന്മാർ. കർത്താവിനറിയാം നമ്മൾക്ക് സമാധാനം ഇല്ലെന്നുള്ള കാര്യം കർത്താവിനറിയാം. അതുകൊണ്ടാണ് ആദ്യമായിട്ട് വന്ന് കർത്താവ് ശിഷ്യന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം അല്ലേ? നിങ്ങൾക്ക് സമാധാനം. അപ്പൊ എന്റെ ഈ പ്രധാനപ്പെട്ട വാക്യത്തിന്റെ 5 പോയിന്റ്സ്. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം, റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. 5 പോയിന്റ് ഞാൻ പറഞ്ഞു. പ്രത്യാശ, പരിശുദ്ധാത്മാവ്, വിശ്വാസം, സന്തോഷം, സമാധാനം. ഈ 5 പോയിന്റ് നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. അതുപോലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇതിൽ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ 6 കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ ഓർമ്മയിൽ ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾ പറയണം പരിശുദ്ധാത്മാവ്. 1 പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു, 2 പരിശുദ്ധാത്മാവ് സാക്ഷി വഹിക്കുന്നു, 3 ദൈവത്തിന്റെ ചിന്തകൾ അറിയുന്നു, പരിശുദ്ധാത്മാവ് വരങ്ങൾ വിതരണം ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് സങ്കടപ്പെടുന്നു. ഇതിൽ എന്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ 6 പോയിന്റാണ്.